الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد بالله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനിയായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിത ഇടപാടുകളിലുടനീളം പാലിച്ചും മാനിച്ചും തഖ്വയുടെ താൽപര്യത്തിനനുസരിച്ച് തന്നെ ജീവിത ഇടപാടുകൾ നിലനിർത്തിക്കൊണ്ടു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം കടന്നു പോകുന്ന എല്ലാ ഇടങ്ങളിലും റബ്ബിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ള ജീവിതം നയിക്കാൻ, റൂഹ് പിരിയുന്നത് വരെയും ആ തമ്പുരാനുള്ള സമർപ്പണത്തിൽ തന്നെ നിലനിന്നു പോകാൻ, അവസാനം കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ, നാളെ സച്ചരിതനോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ എല്ലാറ്റിനും ഉപരിയായി അല്ലാഹു മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള അല്ലാഹുവിന്റെ സ്വർഗ്ഗം അനന്തരമെടുക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പതിവായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന് അവന്റെ അടിയാറുകളിൽ നിന്ന് ശരീരം കൊണ്ട് അവർ നിർവഹിക്കുന്ന അമലുകളിൽ ഏറ്റവും പ്രിയങ്കരമായ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏതാനും ഖുതുബകളിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിക്കുകയുണ്ടായത് വുദൂവുമായി ബന്ധപ്പെട്ട സംഗതികളായിരുന്നു. വുദൂ എന്ന് പറയുന്നത് കേവലം നമ്മുടെ ചില അവയവങ്ങളുടെ ശുദ്ധീകരണം മാത്രമല്ല, മറിച്ച് അംഗശുദ്ധീകരണത്തിലൂടെ ആത്മവിശുദ്ധി നേടിയെടുക്കാനുള്ള മാർഗമാണ് വുദൂ എന്ന്. അതോടൊപ്പം തന്നെ നാളെ അന്ത്യനാളിൽ മഹ്ശറിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ ഉമ്മത്തിനെ തിരിച്ചറിയാനുള്ള കൊടിയാടയാളമാണ് വുദൂ എന്നും സൂചിപ്പിക്കുകയുണ്ടായി. അതിന്റെ ആത്മാവ് അറിഞ്ഞുകൊണ്ട് വുദൂ എടുക്കുമ്പോൾ ആ വുദൂവിന്റെ
അറിഞ്ഞും അറിയാതെയും ഒക്കെ സംഭവിച്ചു പോകുന്ന പാപങ്ങളുടെ മാലിന്യങ്ങളും കൂടിയാണ് എന്ന കാര്യവും ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ദുൽഹജ്ജ് മാസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനരാത്രങ്ങൾ പടച്ചവന് ഏറെ പ്രിയപ്പെട്ട ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിലെ അമലുകൾ അല്ലാഹുവിങ്കൽ ഏറെ മഹത്വമുള്ളതാണ്, ഏറെ പ്രതിഫലാർഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹീത ദിവസങ്ങളിലെ ഓരോ നിമിഷങ്ങളും ഏറ്റവും ഫലപ്രദമായ രീതിയിൽ, അല്ലാഹുവിന് തൃപ്തികരമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഓരോ ദിവസവും ധാരാളം സൽക്കർമ്മങ്ങൾ ആരാധനകളായും അനുഷ്ഠാനങ്ങളായും മറ്റ് ജീവിത ഇടപാടുകളായും ഒക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാം. ഈ അമലുകൾ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകൾ, അതൊക്കെ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാകാനുള്ള അതിൻ്റെ പ്രഥമ നിബന്ധന, ഒന്നാമത്തെ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മം ശരിയായ നിയ്യത്തോടു കൂടിയായിരിക്കണം എന്നുള്ളതാണ്. ഇന്ന് അതിനെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നിയ്യത്തോടു കൂടിയാണല്ലോ നമ്മൾ wudu ആരംഭിക്കുന്നതും നമസ്കാരം ആരംഭിക്കുന്നതുമൊക്കെ. നിയ്യത്ത് എന്ന വാക്കിന് ഉദ്ദേശിക്കുക, കരുതുക എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണുള്ളത്. ഈ നിയ്യത്ത് എന്ന ആശയവുമായി ബന്ധമുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിനാണ്. അഥവാ ചുണ്ടുകൾ അനങ്ങുന്നതിന്റെ പേരല്ല നിയ്യത്ത്, നാം ഉരുവിടുന്ന വാചകങ്ങളുമല്ല യഥാർത്ഥത്തിൽ നിയ്യത്ത് എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, കുറെ കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ചുണ്ടുകളും നാവുകളുമായി നിയ്യത്തിന് നേർക്കുനേരെ ബന്ധമില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിയ്യത്ത് ഉത്ഭവിക്കുന്നത് നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്നായിരിക്കണം. നിയ്യത്ത് എന്ന വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, അന്നിയ്യത്തു ഹിയൽ ഖസ്ദു വൽ അസ്മു അലാ ഷൈഇൻ. നിയ്യത്ത് എന്ന് പറയുന്നത് ഒരു കാര്യത്തിന് ഉദ്ദേശിക്കുക, ഒരു കാര്യത്തിന് തീരുമാനമെടുക്കുക എന്നൊക്കെയാണ് നിയ്യത്ത് എന്ന വാക്കിന്റെ അർത്ഥം. വ മഹല്ലുഹ അൽ ഖൽബ്. ആ നിയ്യത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയമാണ്. എന്ന് പറഞ്ഞാൽ അതിന് അടിസ്ഥാനപരമായി നാവുമായി ബന്ധമില്ല എന്നാണ്. എന്നാൽ നിയ്യത്ത് എന്ന പേരിൽ നമ്മൾ ചില വാക്കുകളൊക്കെ ചൊല്ലിപ്പഠിച്ചിട്ടുണ്ട് പ്രാഥമികമായ മദ്രസ ക്ലാസ്സുകളിൽ. പലപ്പോഴും നമ്മുടെ നിയ്യത്ത് ആ വാക്കുകളിൽ കുരുങ്ങിപ്പോവുകയും ആ വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് തന്നെ നമ്മുടെ നിയ്യത്തിനെ അകറ്റുകയുമാണോ ചെയ്യുന്നത് എന്ന് വളരെ ശാന്തമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ കുളിക്കുന്ന സന്ദർഭത്തിൽ ചൊല്ലിപ്പറയുന്ന വാക്കുകളായാലും, വുദൂഇന്റെയും നമസ്കാരത്തിന്റെയും ആരംഭത്തിൽ നിയ്യത്ത് എന്ന പേരിൽ നമ്മൾ ചൊല്ലിപ്പറയുന്ന വാക്കുകളായാലും, അവയൊക്കെ നിയ്യത്തിനെ അതിന്റെ യഥാസ്ഥാനത്ത് നിന്ന്, യഥാസ്ഥാനം എന്ന് പറഞ്ഞാൽ അൽ മഹല്ലുഹ അൽ ഖൽബ്, ആ ഹൃദയമാകുന്ന ആ നിയ്യത്തിന്റെ പ്രഭവ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന്, അകറ്റുന്നതിന് സഹായകമാകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്നാൽ അതേസമയം നാവ് കൊണ്ട് ഉച്ചരിക്കുന്നത് തെറ്റാണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. നാവ് കൊണ്ട് നിയ്യത്ത് ഉച്ചരിക്കുന്നത് ബിദ്അത്താണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാനും കഴിയില്ല. എന്നാൽ അതേസമയം തന്നെ നാവ് കൊണ്ടുള്ള നമ്മുടെ ഉരുവിടൽ, നിയ്യത്തിന്റെ ഉരുവിടൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും നിയ്യത്തിനെ അകറ്റിക്കളയുന്നുണ്ടോ, അതല്ലെങ്കിൽ നിയ്യത്ത് നാവിൽ മാത്രം പരിമിതപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കണം, നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. നിയ്യത്ത് എന്ന വാക്കിന്റെ ആശയം എന്ന് പറയുന്നത് അതിന്റെ ഓരോ കർമ്മത്തിന്റെയും, നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളുടെയും ശരിയായ പ്രചോദനം എന്താണ് എന്നതാണ്. ഏതൊരു കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും, ഏതൊരു അമല് നമ്മൾ അനുഷ്ഠിക്കുമ്പോഴും അതിന് നമുക്കൊരു പ്രചോദനം ഉണ്ടാകുമല്ലോ, അതിലേക്ക് നമ്മെ എത്തിക്കുന്ന ഒരു കാരണം ഉണ്ടാകുമല്ലോ. ആ പ്രചോദനമാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് ഖുതുബ പറയുകയാണ്. ഈ മിമ്പറിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിലേക്ക് എന്നെ തള്ളിവിടുന്ന, എന്നെ ഈ ഖുതുബ നിർവഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രചോദനം ഉണ്ടാകുമല്ലോ.
ആ പ്രചോദനത്തിനാണ് നമ്മൾ നിയ്യത്ത് എന്ന് പറയുന്നത്. ആ നിയ്യത്ത് പലതുമാകാം. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു പ്രസംഗകനായി അറിയപ്പെടും എന്നതാണോ എന്റെ പ്രചോദനം? അതല്ല, ഇങ്ങനെ ഒരുപാട് ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ അതുവഴി ഒരുപാട് പുതിയ സുഹൃത്തുക്കളെ പരിചയപ്പെടാനും ഒരുപാട് പുതിയ ആളുകളെ പരിചയക്കാരാക്കുവാനും സുഹൃത്തുക്കളാക്കാനും കഴിയുമെന്നതാണോ എന്റെ പ്രചോദനം? അതല്ല, ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട ഏതാനും നിമിഷങ്ങൾ, മിനിറ്റുകൾ അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്നിരിക്കുന്ന ഏതാനും എന്റെ സഹോദരങ്ങൾക്ക്, വിശ്വാസ സഹോദരങ്ങൾക്ക് ദീനിനെ കുറിച്ച ഒരു നേരിയ അറിവെങ്കിലും പകർന്നു നൽകണമെന്ന ആഗ്രഹമാണോ എന്നെ ഇവിടെ നിർത്തുന്നത്? അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അറിവിൽ നിന്നും മറ്റുള്ളവർക്ക് പകർന്നു നൽകുക വഴി പടച്ചവനിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ചുള്ള പ്രതീക്ഷയാണോ എന്റെ പ്രചോദനം? അതുവഴി അതല്ലെങ്കിൽ അങ്ങനെ എനിക്ക് അള്ളാഹു നൽകിയ അറിവ് ഇസ്ലാമിക വിശ്വാസ സാഹോദര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സഹോദരങ്ങൾക്ക് പകർന്നു നൽകുക വഴി ഞാൻ പ്രതിനിധീകരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തെ ആളുകൾ അറിയാനും മനസ്സിലാക്കാനും അതൊരു അവസരമാകണം ആണോ എന്റെ പ്രചോദനം? ഏത് പ്രചോദനമാണ്, ഏത് പ്രേരണയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി നിങ്ങളോട് സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നത്? ആ പ്രചോദനത്തെ കുറിച്ചാണ് പ്രിയമുള്ളവരെ ശരിയായ അർത്ഥത്തിൽ നിയ്യത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച വളരെ പ്രശസ്തമായ ഒരു ഹദീസ് ഉണ്ട്. അത്ര പ്രസിദ്ധമായ ഒരു ഹദീസ് കിതാബുകളിൽ നമുക്ക് കാണാൻ പ്രയാസമാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ആ ഹദീസ് എടുത്തു ചേർത്തതായി നമുക്ക് കാണാൻ സാധിക്കും. സഹീഹുൽ ബുഖാരിയിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എല്ലാ അമലുകളും എല്ലാ കർമ്മങ്ങളും അതിന്റെ സാക്ഷാൽ പ്രചോദനം എന്താണോ അതിനനുസരിച്ചാണ് പടച്ചവനിൽ പരിഗണിക്കപ്പെടുക. ആ അമല് ചെയ്യുന്നതിനുള്ള യഥാർത്ഥ കാരണം എന്താണ് എന്ന് പരിശോധിച്ചതിന് ശേഷമായിരിക്കും ആ അമല് പടച്ചവൻ പരിഗണിക്കുക എന്നും. ഒരു മനുഷ്യനെ ഒരു കർമ്മം ചെയ്യാൻ, ഒരു അമല് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്താണോ, യഥാർത്ഥത്തിൽ പ്രേരിപ്പിക്കുന്നത് എന്താണോ അതാണ് അയാൾക്ക് അതിൽ നിന്നുണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. ഈ പ്രശസ്തമായ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ കൂടിയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പഠിപ്പിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോവുകയാണ്. ഹിജറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിയ ത്യാഗമാണ്. നാടും വീടും ഉപേക്ഷിച്ച്, ഭാര്യ സന്തതികളെ ഉപേക്ഷിച്ച്, ഒറ്റവരെയും ഉടയവരെയും ഒക്കെ വേണ്ടെന്ന് വെച്ച്, സ്വത്തും കച്ചവടവും കൃഷിയുമെല്ലാം മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട് പ്രവാചകനും അനുയായികളും പോകുന്നതിനാണല്ലോ നമ്മൾ ഹിജറ എന്ന് പറഞ്ഞത്. ഹിജറ എന്ന് പറയുന്ന ഒരു മനുഷ്യ ജീവിതത്തിൽ അനുഷ്ഠിക്കാവുന്ന ഏറ്റവും വലിയ ത്യാഗമാണ്. ആ ത്യാഗം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള അനുയായികൾ. അവർ ഇത്രയും വലിയ ത്യാഗം സഹിച്ച് ഹിജറ ചെയ്യുന്നത് അള്ളാഹുവിന്റെ വജ്ഹ്, പടച്ചവന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടാണ്. അള്ളാഹുവിലേക്കും അവന്റെ സ്വർഗത്തിലേക്കും അവരെ അടുപ്പിക്കാൻ വേണ്ടിയാണ്. അത്യാവശ്യം യാത്രയിൽ കൊണ്ടുപോകാവുന്നതൊക്കെ ഓരോരുത്തരും ചെറിയ ചെറിയ ഭാണ്ഡങ്ങളിലാക്കിയിട്ടുണ്ട്. അവരുടെ മൃഗങ്ങളെ യാത്രാവാഹനമാക്കി തക്ബീറുകളും തഹലീലുകളും ദിക്റും ദുആയും ഒക്കെ ഉരുവിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഹിജറ എന്ന് മനസ്സിലാക്കുവാനുള്ള എല്ലാ ചുറ്റുപാടും അവരുടെ യാത്രയിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ യാത്ര ചെയ്യുന്ന, ആ ഹിജറ പോകുന്ന സഹാബികളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാൾ അള്ളാഹുവിന്റെ പ്രീതിയല്ല യഥാർത്ഥത്തിൽ കാക്ഷിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കുകയാണ്. മറ്റെല്ലാവരും അള്ളാഹുവിലേക്ക് ഹിജറ ഉദ്ദേശിക്കുന്ന യാത്രയിൽ ഒരാൾ മാത്രം ആ സംഘത്തിൽ താൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുണ്ട്. മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ അവളെ വിവാഹം കഴിക്കണം എന്ന ഒരു ആഗ്രഹം, ഒരു സ്വപ്നം, അതും കൂടിയാണ് അദ്ദേഹത്തിന്റെ ഹിജറയിൽ അയാൾക്ക് പ്രചോദനമാകുന്നത്. പ്രത്യക്ഷത്തിൽ മറ്റെല്ലാ സഹാബികളെയും പോലെ തന്നെയാണ് അയാളും ഹിജറ ചെയ്യുന്നത്. പക്ഷെ എല്ലാവരുടെയും പ്രചോദനം അള്ളാഹുവിന്റെ പ്രീതി മാത്രമാണെങ്കിൽ
ഒരാളുടെ മനസ്സിന്റെ കോണിൽ എവിടെയോ പടച്ചവന്റെ പ്രീതിക്ക് പകരം അല്ലെങ്കിൽ പടച്ചവന്റെ ഇഷ്ടത്തോടൊപ്പം താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ തനിക്ക് ലഭിക്കണമെന്ന ഒരു ഉദ്ദേശം കൂടിയുണ്ട്. അതത്ര തെറ്റായ ഉദ്ദേശമൊന്നുമല്ല. പക്ഷേ അത് അയാളുടെ ഈ ഹിജറയാകുന്ന മഹാത്യാഗത്തിന്റെ പ്രതിഫലത്തിൽ അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും മാർഗത്തിൽ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പോകേണ്ട യാത്രയിൽ ഈ ഒരു ഉദ്ദേശം കൂടി കടന്നുകൂടിയത് കൊണ്ട് ഹിജറയാകുന്ന മഹാത്യാഗത്തിന്റെ പ്രതിഫലത്തിൽ അദ്ദേഹത്തിന് ഒരല്പം കുറവ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്താൻ കാത്തു നിൽക്കാതെ മക്കയിൽ വെച്ച് തന്റെ അനുയായികളെ തിരുത്തുകയാണ്. വമൻ കാനത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. ആരുടെ ഹിജറയാണോ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മാത്രമായിട്ടുള്ളത് അവരുടെ ഹിജറയാണ് പടച്ചവനിലേക്കും പ്രവാചകനിലേക്കും ആകുന്നത്. വമൻ കാനത് ഹിജ്റത്തുഹു ഇല ദുനിയാ യുസീബുഹാ അവിംറാത്തിൻ യൻകിഹുഹാ. ഇനി ആരുടെയെങ്കിലും ഹിജറ ഭൗതികമായ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ, ദുനിയവിയായ വല്ല ആഗ്രഹവും സാധിക്കാനാണെങ്കിൽ, അവിംറാത്തിൻ യൻകിഹുഹാ അതല്ല ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാനാണ് പോകുന്നതെങ്കിൽ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. അവരുടെ ഹിജറ അവർ ഹിജറ ചെയ്തതിലേക്ക് മാത്രമായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രക്ക് മുമ്പ് തന്നെ അവരെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് അമലുകൾ നമ്മൾ ചെയ്യുമ്പോഴും ഏത് സൽക്കർമ്മത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും ആ സൽക്കർമ്മത്തിന്റെ സാക്ഷാൽ ഉദ്ദേശം, സാക്ഷാൽ പ്രചോദനം അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കുക എന്നുള്ളതാണെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ ഉറപ്പ് വരുത്തുന്നതിനെയാണ് നമ്മൾ നിയ്യത്ത് എന്ന് പറയുന്നത്. വാക്കുകൾ ഉരുവിടുന്നതിന്റെ പേരല്ല നിയ്യത്ത് എന്ന് ഞാൻ പറഞ്ഞു. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹി അലൈഹി പറഞ്ഞ വാക്കുകൾ പലപ്പോഴും നമുക്ക് അനുഭവമായി പോകുന്നില്ലേ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? വഹാദിഹിൽ ഇബാറാത്തു അല്ലതി വഹദിസതു ഇൻദ കിതാബു തഹാറാത്തി വസ്സലാ. അംഗശുദ്ധി വരുത്തുന്ന സന്ദർഭത്തിലാണെങ്കിലും നമസ്കാരത്തിന്റെ ആരംഭത്തിലാണെങ്കിലും ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ള ഇബാറാത്തുകൾ എന്ന് പറഞ്ഞാൽ വാക്കുകൾ, ലഫ്ളുകൾ, ചൊല്ലിപ്പറയുന്ന ആ വചനങ്ങൾ നിയ്യത്ത് എന്ന പേരിൽ ഖദ് ജഅലഹ ശൈത്വാനു മൗഖദതൻ ലി അഹ്ലിൽ വസ്വാസ്, വസ്വാസിന്റെ ആളുകൾക്ക് ഇടമൊരുക്കുന്നതിന് വേണ്ടി പലപ്പോഴും ശൈത്താൻ ചെയ്തു വെക്കുന്ന ഏർപ്പാടുകളായി അത് മാറിപ്പോകുന്നില്ലേ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് പലപ്പോഴും ആ ലഫ്ളുകൾ ആ അമല് ചെയ്യുന്നവരെ തടയുന്നില്ല എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹി അലൈഹി ചോദിക്കുന്നത്. ചില ആളുകൾ നിയ്യത്തിന്റെ വിഷയത്തിൽ വലിയ വസ്വാസ് ഉള്ളവരാണ്. നിയ്യത്തിന്റെ കാര്യത്തിൽ വലിയ വസ്വാസുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നമസ്കാരത്തിന്റെ നിയ്യത്ത് ചെയ്യുന്ന സമയത്ത് ചില ആളുകളുടെ ഒരു തക്ബീറത്തുൽ ഇഹ്റാമുണ്ട്. ഇങ്ങനെയാണത് അള്ളാഹ് ഇങ്ങനെ പറയും. നമ്മുടെ അടുത്തെന്തായി പറയുന്നത്, തൊട്ടടുത്തുന്നവന്റെ നിസ്കാരം അതിന് ഇത് ശല്യമാകുമെന്നുള്ളത് വിഷയമൊന്നുമില്ല. അള്ളാഹ് ഇങ്ങോട്ട് കിട്ടുന്നില്ല. ഒന്ന് ശ്വാസം അയച്ച് വീണ്ടും ഒരിക്കൽ കൂടി വീണ്ടും ശ്രമിച്ച് പിടുത്തം കിട്ടുമോ എന്ന് നോക്കിയിട്ട്, അതായത് ഈ ഉസല്ലി എന്നതിൽ തുടങ്ങുന്ന ലഫ്ളുകളും അള്ളയും തമ്മിൽ യോജിച്ചു വരണമെന്ന് ആവർത്തിച്ച് പഠിപ്പിക്കപ്പെട്ടതിന്റെ പ്രശ്നം അതാണ് പലപ്പോഴും ആളുകളെ ഈ അവസ്ഥയിൽ എത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനാണ് ഈ അമല് ചെയ്യുന്നത്, എന്താണ് എന്റെ സാക്ഷാൽ പ്രചോദനം എന്ന് മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പുവരുത്തുന്നതിന് പകരം കുറെ ലഫ്ളുകളും അല്ലാഹു അക്ബറിനും ഇടയിൽ കിടന്ന് ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചാണ് ഇമാം ഇബ്നുൽ ഖയ്യിം ഈ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഉണർത്താനുള്ളത്, നമ്മൾ ഒളു ചെയ്യുന്ന സന്ദർഭത്തിലാണെങ്കിലും നമ്മൾ നമസ്കാരത്തിന്റെ ആരംഭത്തിലാണെങ്കിലും എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുക. അതിന്റെ ആരംഭത്തിൽ അതിലേക്ക് കടക്കുമ്പോൾ, ആ അമലിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ള നിയ്യത്ത് നമ്മൾ മനസ്സിലാക്കണം. നിയ്യത്ത് അല്ലെങ്കിൽ ഉദ്ദേശം അല്ലെങ്കിൽ പ്രചോദനം എന്ന് പറയുന്നത് നമ്മൾ അത് ചെയ്യുന്നത് വളരെ ബോധപൂർവമായിരിക്കണം എന്നുള്ളതാണ്. ബോധപൂർവം ചെയ്യുന്നതിനാണ് പ്രിയമുള്ളവരെ നിയ്യത്ത് എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ ഈ നിയ്യത്ത് പോലും പലപ്പോഴും നിസ്സംഗമായി പോകുന്നില്ലേ, നിർവികാരമായി പോകുന്നില്ലേ, നമ്മുടെ ഹൃദയ പങ്കാളിത്തമില്ലാത്ത കേവലം ലഫ്ളുകളിൽ, നമ്മുടെ അധര ചലനങ്ങളിൽ മാത്രം ഈ നിയ്യത്ത് പരിമിതപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. നിയ്യത്തിനെ തുടർന്ന് നമ്മൾ തൽക്കാലം ഈ ദുനിയാവുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ്. ഒരാൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹൃദയത്തിൽ ആ നമസ്കാരത്തിനുള്ള സാക്ഷാൽ പ്രേരണ
ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട്, നാവ് കൊണ്ട് അത് ഉച്ചരിക്കുന്നത് തെറ്റാണ്, ഞാൻ പറഞ്ഞത് തെറ്റൊന്നല്ല, നാവ് കൊണ്ട് ഉച്ചരിക്കുന്നത് അതിനൊന്ന് ബലപ്പെടുത്താൻ സഹായകമാകുമെങ്കിൽ അത് വളരെ അഭികാമ്യവുമാണ്. അങ്ങനെ ഹൃദയത്തിൽ പടച്ചവനെ കുറിച്ച് ഓർത്തുകൊണ്ട് ആ നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ദുനിയാവുമായുള്ള ബന്ധം ഏതാനും മിനിറ്റുകൾ നേരത്തേക്ക് നമ്മൾ വിച്ഛേദിക്കുകയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ടിയാണ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിനെ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം എന്നാണ് നമ്മൾ പറയാറുള്ളത്. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹറാമാക്കുന്ന തക്ബീർ എന്നാണ് അർത്ഥം. ഹറാമാക്കുന്ന തക്ബീർ എന്ന് പറഞ്ഞാൽ അതുവരെ നമുക്ക് ഹലാലായിരുന്ന പലതും ഈ തക്ബീറോട് കൂടി പിന്നീട് ഹറാമായി തീരുകയാണ്. സലാം വീട്ടുന്നത് വരെ, അഥവാ നമസ്കാരത്തിന് വിരമിക്കുന്നത് വരെ ഈ തക്ബീറത്തുൽ ഇഹ്റാമിന് മുമ്പ് അനുവദനീയമായിരുന്ന പലതും നമുക്ക് ഹറാമായി തീരുകയാണ്. ഇപ്പൊ ഹജ്ജ് സീസണാണ്. ഹാജിമാരൊക്കെ ഹറമിലേക്ക് അല്ലെങ്കിൽ മസ്ജിദുൽ ഹറമിന്റെ പരിസരങ്ങളിലേക്ക് ഹജ്ജ് വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും. അവരൊക്കെയും ഹജ്ജിന് പ്രവേശിക്കുന്ന അല്ലെങ്കിൽ ഉംറക്ക് നിയത്ത് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. നിയത്തിന് വേണ്ടി ഇഹ്റാം കെട്ടുന്ന സ്ഥലം എന്നാണ് നമ്മൾ പറയാ. മദീനയുടെ പല ഭാഗത്തുനിന്ന് 8ഓളം സ്ഥലങ്ങൾ ഇങ്ങനെ ഇഹ്റാമിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കരമാർഗവും കടൽ മാർഗവും അതുപോലെ തന്നെ വായുമാർഗവും ഒക്കെ വരുന്നവർക്ക് വേണ്ടി ആ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം ഇഹ്റാമോട് കൂടിയാണ് ഹജ്ജിലേക്ക് പ്രവേശിക്കുക. എന്താ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ സംഭവിക്കുന്നത്? അതുവരെയും ഹറാമായിരുന്ന ഹലാലായിരുന്ന പലതും ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതോടെ ഹറാമായി തീരുകയാണ്. അല്ലെ? തഹല്ലുലാകുന്നത് വരെ, ഹലാലാക്കുന്നത് വരെ ആ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ കഴിയുമ്പോഴാണ് ആ ഉംറയിൽ നിന്നും ഹജ്ജിൽ നിന്നുമൊക്കെ തഹല്ലുലാകുന്നത്. അതുവരെയും ഹറാമാണ്. ഭാര്യാഭർത്തൃ സംസർഗം, അതുപോലെ തന്നെ പുരുഷന്മാർ തുന്നിയ വസ്ത്രം ഉപയോഗിക്കല്, ശരീരത്തിൽ നിന്ന് രോമങ്ങൾ നീക്കം ചെയ്യല്, സുഗന്ധ വസ്തുക്കൾ ഉപയോഗിക്കല്, അതുപോലെ തന്നെ അള്ളാഹു ആദരണീയമാക്കിയ ജീവനുകൾ ഹനിക്കൽ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഹാജിക്ക് പിന്നെ ഹറാമാണ്. അതാണ് ഈ ഇഹ്റാം എന്ന് പറയുന്നത്. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതുവരെയും ഹലാലായിരുന്ന പലതും നമുക്ക് ഹറാമാവുകയാണ്. പിന്നെ തോന്നിയതുപോലെ നമ്മൾ നമ്മുടെ ശരീരഭാഗങ്ങൾ അവയവങ്ങൾ ചലിപ്പിക്കാൻ പാടില്ല. അല്ലെ? ചിലരൊക്കെ നമസ്കരിക്കുന്നത് കണ്ടാല് ചൊറിയാൻ വേണ്ടിയിട്ടാണോ കയ്യെട്ടിയത് തോന്നിപ്പോകും. തീരുന്നത് വരെ ചൊറിച്ചിലാണ്, അതുവരെ ഇല്ലാത്ത ചൊറിച്ചിലാണ്. പിന്നെ കണ്ണുകളുടെ ചലനങ്ങൾ, ഇങ്ങനെ ഒരുപാട് സംഗതികൾ അതിന്റെ അക്വാലുകളുമായി നമസ്കാരത്തിന്റെ പൂർണ്ണതയുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട കുറെ വിശദാംശങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ഞാൻ പറയുന്നത് തോന്നുന്നത് പോലെയുള്ള അംഗചലനങ്ങളും സംസാരങ്ങളും ആഹാരം കഴിക്കുക, ഉറങ്ങുക, ജോലി ചെയ്യുക, അങ്ങനെ കുറെ സംഗതികൾ നമുക്ക് നേരത്തെ ഹലാലായിരുന്നല്ലോ. നേരത്തെ ഹലാലായിരുന്ന പലതിനെയും ഹറാമാക്കുന്നതിന്റെ പേരാണ് തക്ബീറത്തുൽ ഇഹ്റാം. നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമസ്കാരത്തിന് വിരമിക്കുന്നത് വരെയും ഒരു അടക്കവും ഒതുക്കവും നമസ്കാരത്തിന്റെ ആ ഒരു പൂർണ്ണതക്ക് അനിവാര്യതയെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. കൈകൾ രണ്ടും ഉയർത്തിയിട്ട് ഒരു വിട ചോദിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നെയ്യത്ത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് രണ്ട് കൈകളും ഇങ്ങനെ ചുമലിനോളം ഉയർത്തിക്കൊണ്ട് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ദുനിയാവിനോട് നമ്മൾ വിട ചോദിക്കുകയാണ്. പിന്നെ പടച്ചവനുമായുള്ള ഒരു മുനാജാത്താണ്, അള്ളാഹുമായുള്ള ഒരു കൂടിക്കാഴ്ചയാണ്, നാദനിലേക്കുള്ള ഒരു മിഅ്റാജാണ്. അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തേക്കും തന്റെ സമീപത്തേക്കും കൂട്ടിക്കൊണ്ടതുപോലുള്ള ഒരു അനുഭവം സത്യവിശ്വാസികൾക്ക് നൽകുന്നതിന്റെ അള്ളാഹുവിങ്കൽ നിന്നുള്ള വലിയൊരു ദാനമായി അത് അവന് അനുഭവിക്കാനുള്ള അവസരമായി പഠിപ്പിക്കപ്പെട്ടതാണ് അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. സത്യവിശ്വാസികളുടെ അള്ളാഹുവിലേക്കുള്ള ആകാശാരോഹണമാണ് ഈ മിഅ്റാജ്. മുനാജാത്തു ബൈനൽ അബ്ദി വ റബ്ബിഹി. പിന്നെ ദുനിയാവില്ല, പിന്നെ ദുനിയാവിലെ മറ്റൊന്നുമില്ല. മുനാജാത്തു ബൈനൽ അബ്ദി വ റബ്ബിഹി. അടിമയും ഉടമയും തമ്മിലുള്ള ഒരു സ്വകാര്യ സംഭാഷണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ തക്ബീറത്തുൽ ഇഹ്റാമിലൂടെ നമ്മൾ കൈയുയർത്തി ദുനിയാവിനോട് വിട ചോദിച്ച് പടച്ചവനിലേക്ക് നമ്മൾ അടുക്കുകയാണ്. പിന്നെ ഞാനും എന്റെ റബ്ബും എന്നതൊരു അനുഭൂതിയായി മാറുന്നിടത്താണ് പ്രിയമുള്ളവരെ നമ്മുടെ നമസ്കാരം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ നമുക്ക് കഴിയുക. ദുനിയാവിലെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും തൽക്കാലത്തേക്ക് മോചിതനായി അള്ളാഹുവിലേക്ക് മാത്രം മനസ്സും ശരീരവും അവയവങ്ങളും ഒക്കെ തിരിച്ചു വെക്കുന്ന ഒരു മഹത്തായ, നമ്മെ അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന, നമ്മളും ഉടമയും തമ്മിലുള്ള എല്ലാ മറകളെയും നീക്കുന്ന
ഒരു മഹത്തായ കർമ്മത്തിലേക്കാണ് നമ്മൾ ഈ നിയ്യത്തോടു കൂടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടുന്നതോടുകൂടി പ്രവേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെ, നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമസ്കാരത്തെ അതിന്റെ ഏറ്റവും പൂർണ്ണതയിൽ, അതിന്റെ എല്ലാ അഖ്വാലുകളും അഫ്ആലുകളും അതിന്റെ പൂർണ്ണതയിൽ നിർവഹിച്ചുകൊണ്ട്, അതിന്റെ എല്ലാ ആത്മചൈതന്യവും അനുഭവിച്ചുകൊണ്ട്, നമസ്കാരം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ ജീവിതത്തിൽ സാധിക്കാൻ സഹായകമാകുന്ന രീതിയിൽ ആ സൽക്കർമ്മത്തെ ഏറ്റവും നല്ല രൂപത്തിൽ അനുഷ്ഠിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും. അൽഹംദുലില്ലാഹി الذي أنعم علينا وهدانا إلى دين الإسلام. صلى الله على من لا نبي بعده وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين وجعلنا معهم يا أرحم الراحمين. أيها الإخوان والأخوات، أوصيكم ونفسي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് പടച്ചവനെ ഭയപ്പെട്ട് അവന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തെ തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മഹത്തായ ദുൽഹജ്ജ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ദുൽഹജ്ജിലെ ആദ്യ 10 ദിവസങ്ങൾ ഏറെ ശ്രേഷ്ഠകരമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് ധാരാളം ഹദീസുകളിൽ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്തു പറഞ്ഞ ദിവസങ്ങളാണ് ദുൽഹജ്ജിലെ ആദ്യ ദിവസങ്ങൾ എന്ന് ഇബ്നു അബ്ബാസിനെ പോലുള്ള മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിച്ച് കാണാൻ സാധിക്കും. വൽ ഫജ്രി വലയാലിൻ അശ്ർ, സൂറത്തുൽ ഫജ്റിന്റെ ആരംഭത്തിൽ പ്രഭാതമാണ്, 10 രാവുകളാണ് സത്യം എന്ന് അല്ലാഹു പറഞ്ഞത് ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളെ പറ്റിയാണെന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു മഹാനാണ്, മഹത്തായ കാര്യങ്ങളെ പിടിച്ചുകൊണ്ടേ അല്ലാഹു സത്യം ചെയ്യുള്ളൂ. അപ്പോൾ ആ മഹത്വം ഈ ദിവസങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേറെ വിശദീകരണമൊന്നും ആവശ്യമില്ല. ഫദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, നിർണിതമായ ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക എന്ന ഖുർആൻ വചനവും ഊന്നുന്നത് ഈ ദിവസങ്ങളെ കുറിച്ചാണെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ, ഇമാമുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ആളുകൾ സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. മാമിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹ് വലാ അഅ്ദമ അജ്റൻ മിൻ ഖൈരി യഅമലുഹു ഫീ അശ്രിൽ അദ്ഹാ. ദുൽഹജ്ജ് ആദ്യ 10 പകലുകളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ സംശുദ്ധമായതും മഹത്തായ പ്രതിഫലാർഹമായതുമായ മറ്റൊരു കർമ്മവുമില്ല എന്ന് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ആയുസ്സിൽ ഒരിക്കൽ കൂടി ആ 10 ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ അല്ലാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. അറഫ ദിവസം വരുന്നത് ഈ 10 ദിവസങ്ങളിലാണ്. അല്ലാഹുവിങ്കൽ ഒരു വർഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ അറഫ ദിവസമാണ് എന്ന് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ അർത്ഥത്തിൽ ഈ പകലുകളെയൊക്കെ, ഈ ദിവസങ്ങളെയൊക്കെ ഏറ്റവും നന്നായി, ഏറ്റവും മനോഹരമായി പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. മഴ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഒരേ സമയം അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് മഴ വർഷിക്കുമ്പോൾ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, പടച്ചവരെ ഞങ്ങൾക്ക് പ്രയോജനകരമായി തരണമേ മഴയെ എന്ന പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ധാരാളം പ്രാർത്ഥനകൾ വേറെയും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം മഴ ഇങ്ങനെ അടച്ചു പിടിച്ച് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആളുകളുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയും നിത്യവേതനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് അവരുടെ പ്രാഥമികമായ ജീവിതാവശ്യങ്ങൾക്ക് പ്രയാസങ്ങൾ നേരിടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കൂടി ഒരു പരിഗണന അർഹിക്കുന്നതാണ്. അപ്പൊ നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ, നമ്മുടെയൊക്കെ അറിവിൽ അത്തരം ആളുകൾ മഴ മൂലം ജോലിക്ക് പോകാൻ കഴിയാതെ അവരുടെ പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് കൂടി കണ്ണയക്കാൻ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമതായി പറയാനുള്ളത്, സ്കൂളുകളിൽ 10ാം ക്ലാസ്സിന്റെയും +2ന്റെയും ഒക്കെ റിസൾട്ട് വന്ന് കുട്ടികളുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട ആലോചനകളൊക്കെ നടക്കുന്ന സന്ദർഭമാണ്.
ആ വിഷയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിക്കാറുള്ളത് പോലെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ഏറെ ആശങ്കപ്പെടുന്നവരാണ് രക്ഷിതാക്കൾ. ആ ആശങ്ക അവരുടെ ദുനിയവിയായ അവരുടെ ഭാവി കെട്ടിപ്പടുക്കുന്നിടത്ത് നമുക്കുണ്ടാകണം. അതോടൊപ്പം അവരുടെ ആഖിറത്തിനും കൂടി സഹായകമാകണം നമ്മൾ അവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന കോഴ്സുകളും സ്ഥാപനങ്ങളും അതിന്റെ ചുറ്റുപാടുകളും എന്നുകൂടി സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നമ്മയും നമ്മുടെ മക്കളെയും മരണം വരെയും ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ഇഹലോകത്തേക്കും പരലോകത്തേക്കും പ്രയോജനകരമായ വിദ്യാഭ്യാസം നൽകി നമ്മുടെ മക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പലരും രോഗികളും ശാരീരികവും അതുപോലെ തന്നെ സാമ്പത്തികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ചിലരെങ്കിലും ഗുരുതരമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഇന്ന് തന്നെ എൻ്റെ അടുത്തൊരു സഹോദരൻ സൂചിപ്പിക്കേണ്ട അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവിന്റെ ഉമ്മ വളരെ ഗുരുതരമായ രോഗം കൊണ്ട് വെന്റിലേറ്ററിലാണ്. എൻ്റെ ഒരു സഹോദരൻ ഹൃദയവുമായി ബന്ധപ്പെട്ട അസുഖം കൊണ്ട് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റൽ ചികിത്സയിലാണ്. ഇങ്ങനെ പലരും അടുത്ത ബന്ധുക്കളും അകന്നവരും അതുപോലെ തന്നെ അയൽവാസികളും വേണ്ടപ്പെട്ടവരുമായി പലരും ആശുപത്രികളിലും വീടുകളിലുമൊക്കെയായി ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭവനത്തില് നമ്മുടെ ഒരുമിച്ച് കൂടലില് നമ്മുടെ ഈ പ്രാർത്ഥനയിൽ അല്ലാഹു അവർക്കൊക്കെയും ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കൊക്കെ അല്ലാഹു അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളിലും ബന്ധുക്കളിലും ഒക്കെ പലരും വാർദ്ധക്യ സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ദീർഘായുസ്, ആരോഗ്യമുള്ള പൂർണ്ണാരോഗ്യത്തോടുകൂടിയ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും അല്ലാഹു മാരകമായ ഗുരുതരമായ രോഗങ്ങളിലൊക്കെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണം വരെ അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു പോകാൻ, അവസാനം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് അള്ളാഹു തൃപ്തിപ്പെട്ട അവസ്ഥയിലായിരിക്കാൻ നമ്മെയും അവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അന്തിമമായി അള്ളാഹുവിന്റെ സ്വർഗത്തിൽ മാതാപിതാക്കളോടും മക്കളോടും ഇണതുണകളോടും കുടുംബത്തോടും ഒക്കെ ഒപ്പം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സൗഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മളെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് ത്വയ്യിബ് സറാഹും വജഅൽ ജന്നത മഅവാഹും. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي إليها معادنا. اللهم اجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. اللهم أجرنا من خزي الدنيا وعذاب الآخرة. اللهم توفنا وأهلنا مسلمين وألحقنا بالصالحين. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. اللهم اعتقنا وأهلنا من النار وأدخلنا الجنة يا رب العالمين. اللهم اشفنا واشف أمراضنا وأمراض والدينا وأزواجنا وأولادنا وإخواننا وأخواتنا يا شافي الأمراض. لا شفاء إلا شفاؤك شفاء لا يغادر سقما ولا ألما يا ذا الجلال والإكرام. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.